ലോകരാജ്യങ്ങളെ ഹോർമുസിൽ അടച്ചിട്ടിരിക്കുന്ന ഇറാൻ തീക്കളി തുടരുന്നു. ഹോർമുസ് അടച്ചതും ലോകം എണ്ണയും പ്രകൃതിവാതകവും കിട്ടാതെ വലയുമ്പോൾ സമുദ്രങ്ങളിൽ യുദ്ധം ആളിക്കത്തിക്കാൻ ടെഹ്റാന്റെ ഒടുക്കത്തെ കളി. ഹോർമുസിന് പിന്നാലെ ബാബൽ മന്ദബിൽ കൈവയ്ക്കാൻ ഇറാന്റെ നെറികെട്ട നീക്കം. കൈവിട്ട കളിക്ക് നിന്നാൽ ഇറാനെ നരകം കാണിക്കുമെന്ന് അമേരിക്കയുടെ അന്ത്യശാസനം. ഇതുവരെ ഞങ്ങൾ പൂർണ്ണ യുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല, അതിലേക്ക് വലിച്ചിഴക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ ഭൂപടത്തിൽ ഉണ്ടാകില്ലെന്ന് ട്രംപിന്റെ താക്കീത്. ഇറാൻ എത്രയും പെട്ടെന്ന് കീഴടങ്ങുക, ആയുധം താഴെ വയ്ക്കുക എന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഉത്തരവ്. ഈ യുദ്ധം തുടങ്ങിയത് നിങ്ങളായിരിക്കും, എന്നാൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങളും. ട്രംപിന്റെ നിരന്തരം വെല്ലുവിളികൾക്ക് ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന മറുപടി ഇതാണ്. അടിക്കുമേലെ അടി വീണിട്ടും പത്തി മടക്കാതെ ഇറാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഖമനേയി എന്ന ഇറാന്റെ തല തന്നെ വീണിട്ടും അമേരിക്കയെ മുട്ടുകുത്തിക്കും, ഇസ്രയേലിനെ ചിതറിക്കുമെന്ന് ഇറാനിൽ നിന്ന് നിലയ്ക്കാത്ത വെല്ലുവിളി. ഹോർമുസ് അടച്ചിട്ട് ലോകത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഇറാൻ അവരുടെ അടുത്ത തുറുപ്പുചീട്ട് പുറത്തെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത്. അതായത് ഹോർമുസിന് പിന്നാലെ ചെങ്കടലിലും ബാബേൽ മന്ദബിലും ഹൂതികളെ പോർക്കളത്തിൽ ഇറക്കാൻ ഇറാൻ നീക്കം നടത്തുന്നുണ്ടോ? അങ്ങനെ ഒരു സംശയം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ ആഗോള വിപണി സ്തംഭിക്കും. അമേരിക്കയെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ഇറാൻ ഏതറ്റം വരെയും പോകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറാൻ ബാബേൽ മന്ദബിൽ കൈവയ്ക്കാൻ സാധ്യതകളേറെയാണ്. ഹൂതികൾ ഇറാൻ യുദ്ധത്തിൽ പങ്കുചേരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആശങ്ക. ഇതുവരെ ഒരു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഹൂതികൾ രംഗത്തേക്ക് വന്നിട്ടില്ല. പകരം ഹിസ്ബുള്ളയാണ് ഇറാനെ പിന്തുണച്ച് പല രീതിയിൽ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന് വലിയൊരു ആശ്വാസം കിട്ടണമെങ്കിൽ, അതായത് ഇസ്രയേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒരേ അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തല പൊക്കാൻ പോലും ഇറാന് കഴിയുന്നില്ല. ഇവിടെ ഇറാന് ഒരു വലിയ പിന്തുണ കിട്ടണമെങ്കിൽ അവിടെ സമുദ്രത്തിലേക്ക് ഹൂതികൾ ഇറങ്ങണം. ഹൂതികൾ സമുദ്ര മേഖലയിൽ ആക്രമണം നടത്താൻ കഴിവുള്ളവരാണ്. അത് ഇറാന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ആയുധം കൊടുത്ത് അവരെ സമുദ്രങ്ങളിലേക്ക് ഇറക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആശങ്ക. ഡൊണാൾഡ് ട്രംപിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ആശങ്കപ്പെടുത്തുന്നത് ഹൂതികൾ യുദ്ധത്തിൽ പങ്കുചേരുമോ എന്നുള്ളതാണ്. യമൻ മുന്നണിയിൽ എന്തുകൊണ്ട് എല്ലാം നിശബ്ദമായിരിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. ആഗോള വ്യാപാരത്തിന്റെ നട്ടെല്ല് തകരുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങളും. ഇറാൻ വർഷങ്ങളായി പോഷിപ്പിച്ച ഹൂതികൾ ആയുധമെടുത്താൽ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം അമേരിക്ക പോലും സമ്മതിച്ചതാണ്, ഹൂതികൾ വല്ലാതെ അങ്ങ് വളർന്നിട്ടുണ്ട്, അവരുടെ പക്കൽ അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഇത് മാത്രമല്ല, ലോകത്തിന്റെ വിപണി സ്തംഭിപ്പിക്കാൻ ഇറാനുള്ള തുറുപ്പുചീട്ടുകളാണ് ഹോർമുസും ബാബേൽ മന്ദബും ഒക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കത്തിലേക്കാണ് ഇറാൻ കടക്കുന്നതെങ്കിൽ പ്രതിസന്ധി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹൂതി വിമതർ യുദ്ധത്തിൽ സജീവമായാൽ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബാബേൽ മന്ദബ് കടലിടുക്കിന്റെ ഉപരോധമായിരിക്കും. ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ ബാബേൽ മന്ദബ് കൂടി അടയ്ക്കപ്പെട്ടാൽ അത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ജലപാതകളെ ഒരേ സമയം ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാകും. ചെങ്കടലിലെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള വിതരണ ശൃംഖലയെ നിശ്ചലമാക്കാൻ പര്യാപ്തമാണ്. നിലവിൽ ഇറാനെതിരായുള്ള നേരിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഹൂതികൾ തങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതു നിമിഷവും പ്രതികരിക്കാൻ സജ്ജമാണെന്ന് പ്രഖ്യാപിച്ച ഹൂതികൾ മേഖലയിലെ ഇറാന്റെ 3 ഘട്ട തന്ത്രത്തിന്റെ നിർണായക ഭാഗമാണെന്ന് വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. ഹൂതികളും മറ്റ് പ്രതിരോധ ഗ്രൂപ്പുകളും പൂർണ്ണ ജാഗ്രതയിലാണെന്നും ഇറാന്റെ ആഹ്വാനം ലഭിച്ചാൽ ബാബേൽ മന്ദബ് അടച്ചുപൂട്ടുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമെന്നും ഇറാന്റെ ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റത്തുള്ള ഈ ഇടുങ്ങിയ പാത ചെങ്കടൽ വഴി സൂയസ് കനാലിലേക്കുള്ള കവാടമാണ്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരത്തിന്റെ സിംഹഭാഗവും ഈ റൂട്ടിലൂടെയാണ് നടക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഇതിനകം തന്നെ കപ്പലുകൾ തടഞ്ഞു വയ്ക്കുന്ന വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ബാബേൽ മന്ദബ് കൂടി തടസ്സപ്പെട്ടാൽ പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ്. ലബനീസ് ഓസ്ട്രേലിയൻ രാഷ്ട്രീയ നിരീക്ഷകനായ മാരിയോ നൌഫലിന്റെ വിലയിരുത്തൽ പ്രകാരം വരാനിരിക്കുന്ന പോരാട്ടം കൂടുതൽ രൂക്ഷമാകാനും മേഖലയിലാകെ പടർന്നു പിടിക്കാനും സാധ്യതയുണ്ടെന്നാണ്. സാമ്പത്തികമായി നോക്കിയാൽ ലോകത്തിന്റെ സമുദ്രോപരിതല എണ്ണയുടെ 30% ഈ 2 പാതകളിലൂടെയാണ് നീങ്ങുന്നത്. സൂയസ് കനാൽ വഴി നടത്തുന്ന ഏഷ്യ യൂറോപ്പ് വ്യാപാരത്തിന് ഈ പാതയ്ക്ക് ബദലില്ല.
സൗദി അറേബ്യ ചെങ്കടലിലൂടെ പുതിയ വിതരണ പാതകൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ബാബേൽ മന്ദബ് അടയ്ക്കുന്നത് ആ നീക്കങ്ങളെയും വിഫലമാക്കും. 1869 സൂയസ് കനാൽ തുറക്കുന്നതിന് മുൻപ് ഗുഡ് ഹോപ്പ് മുനമ്പിലൂടെ ഉണ്ടായിരുന്ന ദൈർഘ്യമേറിയ യാത്രയിലേക്ക് കപ്പലുകൾ തിരിച്ചു പോകേണ്ടി വരും. ഇത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതിയുടെ ഭീഷണി നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്നതല്ല. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനെയോ അമേരിക്കയെയോ പിന്തുണച്ചാൽ ഷിപ്പിംഗ് പാതകളെ ലക്ഷ്യം വെക്കുമെന്നാണ് ഇവരുടെ വെല്ലുവിളി. ജിബൂട്ടി, എറിത്രിയ എന്നിവയ്ക്ക് സമീപമുള്ള ഈ ചെക്ക് പോയിന്റ് ശ്വാസം മുട്ടിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് മുൻകാല ആക്രമണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇറാന്റെ സൈനിക നീക്കങ്ങൾ രണ്ടാമത്തെ തന്ത്രപ്രധാന മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഹൂതികളുടെ ഈ സജ്ജീകരണം. ഭീഷണികൾ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ കപ്പൽ ഗതാഗത മേഖലയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ മെഴ്സ്ക് ചെങ്കടൽ വഴിയുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ഇതിന്റെ സൂചനയാണ്. സൈനിക സംഘർഷം വർദ്ധിച്ചതോടെ സുരക്ഷ കണക്കിലെടുത്ത് ബാബേൽ മന്ദബ് വഴിയുള്ള ഭാവി യാത്രകൾ റദ്ദാക്കാൻ അവർ നിർബന്ധിതരായി. ഇത് മറ്റ് കമ്പനികളെയും സമാനമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേക്കാം. ഹിസ്ബുള്ള, ഹമാസ്, ഇറാഖിലെ മിലീഷ്യകൾ എന്നിവരോടൊപ്പം ഹൂതികളും ചേരുന്നതോടെ ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് പൂർണ്ണമാകുന്നു. പക്ഷേ ഇവിടെ ആ അച്ചുതണ്ട് ഇപ്പോൾ അത്ര ബലമുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇസ്രയേൽ അടിച്ചു തകർത്തിട്ടിരിക്കുകയാണ് ഇറാന്റെ പ്രോക്സികളെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി പൂർണ്ണതോതിൽ തലപൊക്കാൻ കഴിയില്ല. ഹിസ്ബുള്ളയ്ക്ക് പണ്ടത്തെ ഒരു പ്രതാപത്തോടെ തല ഉയർത്താൻ കഴിയില്ല. ഹമാസ് ചത്ത് വീണ് കഴിഞ്ഞു. പിന്നെയുള്ളത് ഇറാഖിലെ മിലീഷ്യകളാണ്. പക്ഷേ അവർ തൊട്ടപ്പുറത്ത് അമേരിക്ക ആയതുകൊണ്ട് അത്ര കണ്ട് രംഗത്തേക്ക് ഇറങ്ങാനും സാധ്യതയില്ല. പിന്നെ ഹൂതികളാണ്. ഹൂതികളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർ ഏതു തരത്തിൽ ആക്രമിക്കും. കടലിലിറങ്ങിയുള്ള അവരുടെ ആക്രമണത്തെ നേരിടാൻ സൈനികർ പോലും ആശങ്കപ്പെടും. കാരണം ഒളിഞ്ഞിരുന്നു കൊണ്ടുള്ള ആക്രമണം, ഗറില്ല യുദ്ധമുറകളാണ് അവർ പുറത്തെടുക്കുന്നത്. നേർക്കുനേർ നിന്നുള്ള യുദ്ധമല്ല. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ രൂക്ഷമാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിന്മയുടെ അച്ചുതണ്ടാണ്. അതായത് ഈ ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി വിമതരൊക്കെ. ഹിസ്ബുള്ളയും ഹമാസും വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിൽ തളർന്നിരിക്കുമ്പോഴും ഹൂതികൾ തങ്ങളുടെ ആയുധശേഷി വലിയ പരിക്കേൽക്കാതെ സംരക്ഷിച്ചിരിക്കുന്നു എന്നത് അവർക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട്. നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇസ്രയേൽ മുൻപ് പലതവണ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു ഹൂതികളെ അടിച്ചു തകർക്കണമെന്ന്. കാരണം ഇസ്രയേലിന് യമനിലേക്ക് ആക്രമണം നടത്തുന്നതിന് പരിധികളുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. പക്ഷേ അമേരിക്ക അത്ര കണ്ട് യമനിലേക്ക് ആക്രമണം നടത്തിയിരുന്നില്ല. ഹൂതികൾ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ ഹൂതികളെയാണ് ഇനി അടിച്ചു തീർക്കേണ്ടത്. അല്ലെങ്കിൽ അവർ ബാബേൽ മന്ദബിൽ കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കണ്ണുനീരിന്റെ കവാടം എന്ന് വിളിക്കപ്പെടുന്ന ബാബേൽ മന്ദബിന്റെ വീതി വെറും 29 കിലോമീറ്റർ ആണ്. ഈ ഇടുങ്ങിയ പാതയിലൂടെ കടന്നു പോകാൻ കഴിയാതെ വന്നാൽ കപ്പലുകൾ ആഫ്രിക്കയെ വലം വെച്ച് യാത്ര ചെയ്യേണ്ടി വരും. ഇത് യാത്രാ സമയം 10 മുതൽ 15 ദിവസം വരെ വർദ്ധിപ്പിക്കുകയും ചെലവ് കോടിക്കണക്കിന് ഡോളർ ഉയർത്തുകയും ചെയ്യും. 2023 മാത്രം പ്രതിദിനം 8.8 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഈ വഴി കടന്നുപോയത്. ഹൂതികൾ ഉപയോഗിക്കുന്ന കൂട്ട ആക്രമണ രീതികൾ അത്യാധുനിക നാവികസേനകൾക്ക് പോലും വെല്ലുവിളിയാണ്. വില കുറഞ്ഞ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് അവർ നടത്തുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ടി വരുന്നു.